ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കാസ്റ്റിംഗ് ആൻഡ് ക്യാരി ഫോർവേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. മീൻസ് നമ്മൾ ടോട്ടൽ ചെയ്യേണ്ട കാര്യമാണ് അല്ലേ. അവിടെ നമ്മൾ ഇല്ലസ്ട്രേഷൻ 12 പറഞ്ഞൊരു പ്രോബ്ലമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ അതിൽ നമ്മൾ തന്നെയല്ലേ പറഞ്ഞു തന്നെ. ഓക്കെ, ഇതിൽ നമ്മൾ പർച്ചേസ് 6th ട്രാൻസാക്ഷൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. പർച്ചേസ്ഡ് ഗുഡ്സ് ഗുഡ്സ് വെർത്ത് ₹5,000 ഫോർ ക്യാഷ് ലെസ് 20% ആണ് കേട്ടോ. 20% ട്രേഡ് ഡിസ്കൗണ്ട്. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കാണിക്കേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ നമുക്ക് വേണമെന്ന് വെച്ചാൽ കാണിക്കാം എന്നുള്ളൊരു റൂളും കൂടെ അവിടെ ഉണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ട്രേഡ് ഡിസ്കൗണ്ട് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി കാണിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് ശരിക്കും അതിൻ്റെ കോമൺ റൂളുള്ളത്. അപ്പോൾ ഇവിടെ 20 ഡിസ്കൗണ്ടാണ്, 20% ആണ്. അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്ന എൻട്രി എന്താണ്, ജേണൽ എൻട്രി എന്തായിരിക്കും? അപ്പോൾ അവിടെ അല്ലേ 5,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു, 20% ട്രേഡ് ഡിസ്കൗണ്ടായിട്ട് കുറച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ നോക്കാം എന്താണ് പർച്ചേസ് 6ാമത്തെ അല്ലേ. പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അല്ലേ ബൈ പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു പർച്ചേസ്. അപ്പോൾ 20% എന്ന് പറയുമ്പോൾ 5,000 രൂപയുടെ 20% ഈസ് ഈക്വൽ ടു 1,000 ആണ്. 5,000 നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4,000 ആണ് നമുക്ക് ടോട്ടലി പർച്ചേസ് ചെയ്ത എമൗണ്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അല്ലേ. ക്യാഷ് എത്രയാണ്? 4,000 ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ കൊടുക്കാം, അങ്ങനെ കൊടുക്കാനുള്ളൊരു റൂള് ഉണ്ട്. പക്ഷേ കോമൺ ആയിട്ട് കൊടുക്കാറില്ല, ട്രേഡ് ഡിസ്കൗണ്ട് കാണിക്കാറില്ല. ക്യാഷ് ഡിസ്കൗണ്ടാണ് നമ്മൾ കാണിക്കാറുള്ളത്. ക്യാഷ് ഡിസ്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ടോട്ടലി എമൗണ്ട് എഴുതിയിട്ട് അതിൽ നിന്ന് ഇത്ര രൂപ മൈനസ് ചെയ്തിട്ട് ആണ് നമ്മൾ കാണിക്കാറുള്ളത്. അത് ലാസ്റ്റാണ് കാണിക്കാറുള്ളത്. ട്രേഡ് ഡിസ്കൗണ്ട് കാണിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ നമുക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ഇനി 7th ട്രാൻസാക്ഷൻ പറയുന്നത് റിസീവ്ഡ് 980 അല്ലേ ഫ്രം എ കിസാൻ ചന്ദ് ആൻഡ് അലൗഡ് ഹിം 20 ക്യാഷ് ഡിസ്കൗണ്ട് എന്നുള്ളതാണ്. അതിൽ പറഞ്ഞിട്ടുള്ള എന്താ, കിസാൻ ചന്ദ്രയിൽ നിന്ന് നമ്മൾ 980 രൂപക്ക് വാങ്ങിച്ചു, 20% അല്ലേ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. 20 രൂപ മീൻസ് അല്ലേ. അപ്പോൾ ടോട്ടലി എത്ര രൂപയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്? 1,000 രൂപക്കാണ് അല്ലേ. അപ്പോൾ നോക്കാം. അപ്പം നമ്മൾ കിസാൻ അതിൻ്റെ ജേണൽ എങ്ങനെയാണ് വരിക? ക്യാഷ് അക്കൗണ്ട് അല്ലേ, ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ഡിസ്കൗണ്ട് അലൗഡ്. അവിടെ 20 പറഞ്ഞിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് മീൻസ് എത്രയാണ്? 900 രൂപ. ദെൻ ഡിസ്കൗണ്ട് അക്കൗണ്ടിൽ നമ്മൾ 20 രൂപയായിട്ട് എന്താ 980 രൂപ. 980 രൂപ അല്ല, 980 കേട്ടോ. ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ അക്കൗണ്ട് അപ്റ്ററിൽ നമ്മൾ 980 രൂപ, ഡിസ്കൗണ്ടായിട്ട് 20 രൂപ. ടോട്ടലി കിസാൻ ചന്ദിൻ്റെ അക്കൗണ്ട്സിൽ നിന്നും എന്തായിട്ട് കിസാൻ ചന്ദിൻ്റെ അക്കൗണ്ട്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അവരാണ് കൊടുത്തിട്ടുള്ളത് 1,000 രൂപ അല്ലേ. അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ 1,000 രൂപയാണ് ടോട്ടലി ഉള്ളത്. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഗ്യാൻ ശ്യാം ആണ് അല്ലേ. ഗ്യാൻ ശ്യാം 500 രൂപ അല്ലേ ഡ്യൂ ടു ഗ്യാൻ ശ്യാം പെയ്ഡ് 480 ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ദിസ് അക്കൗണ്ട്. ഇതിൽ ഫുൾ സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുള്ളത് 500 രൂപയാണ് ഡ്യൂ ഉള്ളത്. 480 രൂപയാണ് ഫുൾ സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 20 രൂപ എന്തായിരിക്കും? ഡിസ്കൗണ്ടായിട്ട് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ഗ്യാൻ ശ്യാമിൻ്റെ അക്കൗണ്ട്സിൽ ഡെബിറ്റ് ആയത് 500 രൂപയാണ്. പക്ഷേ നമ്മുടെ ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സിൽ നിന്ന് എന്തായി? ക്യാഷ് അക്കൗണ്ടിൽ നിന്ന് 480 പ്ലസ് നമ്മൾ 20 രൂപ ഡിസ്കൗണ്ടായിട്ടും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 500 രൂപ ആൾക്ക് റിസീവ് ചെയ്തു, നമ്മളിൽ നിന്ന് പോവുകയും ചെയ്തു. ഓക്കെ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ?
നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ക്യാഷ് ഓഫ് റുപ്പീസ് 560 വാസ് സ്റ്റോളൻ ഫ്രം ദ ക്യാഷ് ബോക്സ് അല്ലേ. ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ എന്താണ്, ക്യാഷ് ബോക്സിൽ നിന്നും നമുക്ക് എന്ത് ചെയ്തു, സ്റ്റോളൻ മീൻസ് എന്ന് പറയുന്നത് എന്താ, തെഫ്റ്റ്, ലോസ് ആയി എന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ കളവ് പോയി എന്നൊക്കെ പറയില്ലേ, നഷ്ടപ്പെട്ടു. അപ്പോൾ ക്യാഷ് ബോക്സിൽ നിന്ന് നമുക്ക് 500 രൂപ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജേണൽ എങ്ങനെയായിരിക്കും അല്ലേ, പോയില്ലോ. അപ്പോൾ ക്യാഷ് ബോക്സിൽ നിന്ന് പോയി. അപ്പോൾ ലോസ് ബൈ തെഫ്റ്റ് റുപ്പീസ് ക്യാഷ് അക്കൗണ്ട് അല്ലേ, 560 രൂപ എന്നാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഹാൻ സിംഗ് ആണ്. ഹാൻ സിംഗ് എ ഡെപ്റ്റർ ബിക്കം എ ഇൻസോൾവെൻറ്റ്. ഹാൻ സിംഗ് എന്ന് പറയുന്ന ആൾ ഒരു ഡെപ്റ്റർ ആയിരുന്നു. പക്ഷേ ആളിപ്പോൾ എന്തായി, ഇൻസോൾവെൻ്റ് ആയിട്ട്. മീൻസ് ആൾ കൊടുക്കാതെ ക്യാഷ് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ആൾ പാപ്പരായിപ്പോയി, ഇൻസോൾവെൻ്റ് ആയി. ബാഡപ്റ്റിന് അപ്പുറം, ബാഡപ്റ്റ് മീൻസ് കിട്ടാക്കടം നമുക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിലും വിചാരിക്കാം. മീൻസ് എപ്പോഴെങ്കിലും റിക്കവർ ആയി കഴിഞ്ഞാലോ എന്നെങ്കിലും നമുക്കൊരു പ്രതീക്ഷ വെക്കാം. പക്ഷേ ഇവിടെ ഇയാൾ ഇൻസോൾവെൻ്റ് ആയതുകൊണ്ട് യാതൊരു പ്രതീക്ഷയില്ല, കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് ഫൈനൽ കോമ്പോസിഷനായിട്ട് ആൾ പറഞ്ഞിട്ടുള്ളത് 50 പൈസ ഇൻ റുപ്പീസിൽ റുപ്പിക്ക് 50 പൈസ വീതം വെച്ച് ഞാൻ തരാം എന്നാണ് പറഞ്ഞതില്ല. 50 പൈസ മീൻസ് 400 രൂപയാണ് ആൾക്ക് നമുക്ക് തരാനുള്ളത്. പക്ഷേ 50 പൈസ മീൻസ് അതിൽ പറഞ്ഞിട്ടുള്ള 100 പൈസയാണല്ലോ 1 രൂപ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രയാണ് ആൾ തരുന്നത്, 200 രൂപ ആൾ തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റിൽ അയാൾ കോമ്പൻസേഷൻ നടത്തിയതിൽ അങ്ങനെയാണ്, 200 രൂപ ആൾ തരും എന്നാണ് പറഞ്ഞത് കേട്ടോ. 50 പൈസ വെച്ചിട്ട് 1 രൂപയ്ക്ക് 50 പൈസ വെച്ചിട്ട് ആൾ തരാമെന്ന് പറഞ്ഞു. മനസ്സിലായോ. ബാക്കി 200 രൂപ കിട്ടാക്കട ബാഡപ്റ്റ് ആയിട്ടാണ് നമ്മൾ കാണിക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും ട്രാൻസാക്ഷൻ വായിച്ച് നോക്കണം. ഹാൻ സിംഗ് എ ഡെപ്റ്റർ ബിക്കം ഇൻസോൾവെൻറ്റ്. ഹാൻ സിംഗ് ഡെപ്റ്റർ ആയിരുന്നു, പിന്നീട് ആൾ ഇൻസോൾവെൻ്റ് ആയി. ഹി ഓൺ റുപ്പീസ് 400. ഫൈനൽ കോമ്പോസിഷൻ ഓഫ് എ 50 പൈസ ഇൻ റുപ്പീസ് വാസ് റിസീവ്ഡ്. നമുക്ക് 1 രൂപ എന്ന നിരക്കിൽ 50 പൈസ വെച്ചിട്ട് ആൾ ഫൈനൽ കോമ്പോസിഷനായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടി മീൻസ് അത് നമ്മൾക്ക് അയാളുടെ നിന്ന് മേടിക്കണം. അത് അത് പകുതി എന്താണ് ക്യാഷ് നമുക്ക് മേടിക്കാനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആളുടെ നിന്ന് നമുക്ക് കിട്ടിയിരിക്കണം എന്നുള്ളതാണ്. ബാക്കി പകുതി ബാഡപ്റ്റായിട്ട് നമ്മൾ എഴുതി കൊടുക്കണം എന്നുള്ളതാണ്, എഴുതി തള്ളണം എന്നുള്ളതാണ്. അപ്പം നമ്മളെ ജേണൽ എങ്ങനെയാണ് വരിക ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾക്ക് ക്യാഷ് നമ്മുടെ അടുത്ത് നിന്ന് 200 രൂപ 400 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൽ എന്താണ് ക്യാഷായിട്ട് 200 രൂപ കിട്ടി. പിന്നെ ബാഡപ്സും തന്നെ എന്താണ്, ബാഡപ്സും കിട്ടി മീൻസ് നമുക്ക് എഴുതി തള്ളിയതാണ്. അപ്പം നമ്മുടെ ബിസിനസ്സിൻ്റെ കേസിൽ നിന്ന് നോക്കുമ്പോൾ ബാഡപ്സ് നമ്മൾ എഴുതി തള്ളിയ ഒരു ഭാഗമാണ് ബാഡപ്സ്. അത് ഡെപ്റ്ററാണ് ശരിക്കും അല്ലേ, ഡെബിറ്റാണ് ചെയ്യുന്നത് ബാഡപ്സ്. അപ്പോൾ പിന്നെ ഹാൻ സിംഗിൻ്റെ ആ അക്കൗണ്ട്സ് മീൻസ് നമുക്ക് ലയബിലിറ്റിയാണ്. ശരിക്കും ലയബിലിറ്റി നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക, കാരണം ആളുടെ അക്കൗണ്ട്സ് നമുക്ക് ഇനി ആവശ്യമില്ല. സോ അതുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എന്താണ് ലയബിലിറ്റി സൈഡിൽ നമ്മൾ ഒഴിവാക്കി വിടുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നോക്കാം, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാഡ് ഡെപ്റ്റ്സ് അക്കൗണ്ട് 200 രൂപ ക്യാഷ് അക്കൗണ്ട് നമുക്ക് 200 രൂപ നമുക്ക് കിട്ടി. ബാഡ് ഡെപ്റ്റ്സ് ആയിട്ട് നമ്മൾ എഴുതി തള്ളിയത് 200 രൂപയാണ്. അപ്പോൾ 400 രൂപ അങ്ങനെ അത് കോമ്പൻസേറ്റ് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഹാരിസിങ്ങിൻ്റെ അക്കൗണ്ട്സിലാണ് ഇത് പോയിട്ടുള്ളത്. ആളുടെ അക്കൗണ്ട്സ് നമുക്കിനി ആവശ്യമില്ല, അത് എക്സ്പെൻസാണ് മീൻസ് ലയബിലിറ്റിയാണ്, അത് ക്രെഡിറ്റ് ആണ്. സോ അവിടെ നമുക്ക് ഇനി അത് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ. സോ അതുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്തത്, ക്രെഡിറ്റ് ആക്കിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ജേണൽ വരിക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാഡ് ഡെപ്റ്റ്സ് അക്കൗണ്ട് 200 രൂപ. ദെൻ ഹാരിസിംഗ് അക്കൗണ്ട്സ് 400. ഇങ്ങനെയാണ്. ഇതൊരു കോമ്പൗണ്ട് എൻട്രി ആണ് അല്ലേ. 2 അതിലധികമോ ജേണൽ ട്രാൻസാക്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് കോമ്പൗണ്ട് എൻട്രി അല്ലേ. അപ്പോൾ ഇതിന് കോമ്പൗണ്ട് എൻട്രിക്ക് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണത്. ഓക്കെ, ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ?
ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് സോൾഡ് ഗുഡ്സ് ടു കരീം. അതൊക്കെ സിമ്പിളാണ്. സോൾഡ് ടു ഗുഡ്സ് ടു കരീം എന്ന് പറഞ്ഞാൽ ₹800 ആണ്. എങ്ങനെയാണ് അല്ലേ കരീമിന് നമ്മൾ വിറ്റു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് കരീമിന് കിട്ടി, ഗുഡ്സ് സെയിൽസ് നിന്ന് പോയി അല്ലേ. കരീം അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഓക്കെ. ദെൻ പെയ്ഡ് ടു അല്ലെങ്കിൽ ഗുഡ്സ് അക്കൗണ്ട് എന്ന് എഴുതാട്ടോ. അപ്പോൾ നിങ്ങളവിടെ മനസ്സിലാക്കണേ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പെയ്ഡ് ഇൻ ടു ബാങ്കാണ്. ബാങ്കിന് നമ്മൾ കൊടുത്തു അല്ലേ 400. അപ്പോഴും എന്താണ് അവിടെ വന്നിട്ടുള്ളത്, ബാങ്കിനാണ് കൊടുത്തത്, ബാങ്കിന് കിട്ടിയത് ബാങ്ക് അല്ലേ. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് 400. ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് വരുന്നത്. ഇനി ലാസ്റ്റിൽ നമ്മളിത് എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം, മീൻസ് ടോട്ടൽ ചെയ്യണം അല്ലേ. അതാണ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10,530 കിട്ടും. 10,530 രൂപ രണ്ട് സൈഡിലും, ക്രെഡിറ്റ് സൈഡിലും ഡെബിറ്റ് സൈഡിലും ഈക്വലായിട്ട് നമുക്ക് കിട്ടിയിരിക്കണം. അങ്ങനെയാണ് അത് നമ്മൾ ബാലൻസ് ചെയ്യുക. അത് രണ്ടും സെയിം ആയിരിക്കണം, അപ്പോഴേ ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടും നമ്മൾ ബാലൻസ് ചെയ്തു, മീൻസ് ടോട്ടൽ ചെയ്തു 10,530. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാസ്റ്റിംഗ് ആൻഡ് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ക്യാരി ഫോർവേഡ് പറഞ്ഞാൽ എന്താ, ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് അല്ലേ ക്ലോസിംഗ് ബാലൻസ്, ലാസ്റ്റ് ക്ലോസിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ്, ടോട്ടൽ ചെയ്യുന്നതിനെയാണ്. ഓക്കെ അല്ലേ? ഈ ഒരു ഭാഗം ക്ലിയർ ആയില്ലേ? അപ്പോൾ ജേണൽ നമ്മൾ പഠിച്ചു, ഒരുപാട് ട്രാൻസാക്ഷൻസുകൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു. ജേണൽ എന്താണെന്നും ജേണലിൻ്റെ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള ട്രാൻസാക്ഷൻസുകൾ നമ്മൾ പഠിച്ചു. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ആ റൂള് നമ്മൾ പഠിക്കുക. റൂളിൽ നമ്മൾ നോമിനൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ട്സിലും വരുന്ന റൂൾസുകൾ അനുസരിച്ചിട്ട് അതിൽ വരുന്ന കാര്യങ്ങളുടെ ബേസ് എടുത്തുകൊണ്ട്, റൂൾ എടുത്തുകൊണ്ട് നമ്മൾ ജേണലിനെ ടൂവും ബൈയും ആക്കി മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ക്യാഷ് മുകളിൽ എപ്പോഴും നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിഷനറി എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ അവിടെ ക്യാഷിനെ നമ്മൾ ബൈ എന്ന് ചേർക്കാറുണ്ട് പക്ഷെ നമ്മൾ ചേർക്കലില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിഷനറി എന്നാണ് നമ്മൾ ശരിക്കുള്ളത്. പക്ഷേ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ഈ ഒരു ഇതിലായി മാറി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിഷനറി എന്നാണ് ശരിക്കുള്ളത്. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ നോർമലി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മിഷനറി എന്ന് വിടും. അപ്പോൾ ബൈ മുകളിലത്തെ എന്താണ് ബൈ ആയിട്ട് നമ്മുടെ മൈൻഡിൽ വേണം കേട്ടോ, ബൈ ആയിട്ട് വേണേ. ഓക്കെ. നെക്സ്റ്റ്. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ഈസ് എ ലെഡ്ജർ, എന്താണ് ലെഡ്ജർ എന്നുള്ള. അപ്പോൾ ജേണലിൻ്റെ എല്ലാ ഭാഗം നമ്മൾ ഒരുപാട് ട്രാൻസാക്ഷൻസും എല്ലാതും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ലെഡ്ജറാണ് നമുക്ക് പഠിക്കാനുള്ളത്. വാട്ട് ഈസ് എ ലെഡ്ജർ, എന്താണ് ലെഡ്ജർ എന്ന് പറയുന്നത് നോക്കുക. നമുക്ക് ജേണലിൽ ഒരുപാട് ട്രാൻസാക്ഷൻസുകൾ അല്ലേ, പല രീതിയിലുള്ള ട്രാൻസാക്ഷൻസുകൾ, ക്യാഷ് കൊടുത്തു, ക്യാഷ് കിട്ടി, സാലറി കൊടുത്തു, കമ്മീഷൻ കൊടുത്തു, റെൻറ്റ് ഇങ്ങോട്ട് കിട്ടി, റെൻറ്റ് അങ്ങോട്ട് കൊടുത്തു, അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസുകൾ ഒരു മാസത്തിൽ പല ഡേറ്റിൽ ഒരുപാട് ട്രാൻസാക്ഷൻസുകൾ എവിടെ നടക്കുന്നുണ്ട്, ഒരു സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടെ നമ്മൾ കൂട്ടിക്കലർത്തിയിട്ട് എഴുതുന്നതാണ് ജേണൽ എന്ന് പറയുന്നത് അല്ലേ. ഈ ജേണലിൽ നിന്ന് നമ്മൾ ലെഡ്ജറാക്കി മാറ്റണം. അപ്പോൾ എന്താ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നോക്കുക. ലെഡ്ജർ എന്ന് പറയുന്നത് ക്യാൻ ബി ടേംഡ് ആസ് എ ക്ലാസിഫൈഡ് ആൻഡ് സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു എ പേഴ്സണൽ, റിയൽ ആൻഡ് നോമിനൽ. ഇതാണ് മീൻസ് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട്സും നോമിനൽ അക്കൗണ്ട്സും അതുപോലെ റിയൽ അക്കൗണ്ട്സും അല്ലേ, ഈ ഇതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസിൻ്റെ ബിസിനസ് ട്രാൻസാക്ഷൻസിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ട്രാൻസാക്ഷൻസിൻ്റെ സമ്മറൈസും അതുപോലെ ക്ലാസിഫിക്കേഷൻസുമാണ് എന്ത് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ട്രാൻസാക്ഷൻ റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും ഇതുമായി റിലേറ്റ് ചെയ്ത ഒരുപാട് ട്രാൻസാക്ഷൻ കൂട്ടിക്കലർത്തി എഴുതുന്ന ഒന്നാണ് ജേണൽ. ഈ ജേണലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നിനെ മാറ്റി തിരിക്കുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യുന്നു. അപ്പോൾ ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്.
ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ജേണലിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഫോർമാറ്റാണ് ലെഡ്ജർ എന്ന് വെച്ചാൽ. ഇപ്പോൾ നമുക്ക് ഈ ഒരു മുകളിലത്തെ എക്സാമ്പിളിനെ നോക്കുക. അതിൽ നമുക്ക് ആ ജേണലിൽ ഫർണിച്ചർ അക്കൗണ്ട് ഉണ്ട് അല്ലേ, ഡ്രോയിങ് അക്കൗണ്ട് ഉണ്ട്, ഓരോ കാര്യം ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, ഫർണിച്ചർ അക്കൗണ്ട് ഉണ്ട്, ഡ്രോയിങ് അക്കൗണ്ട്സ് ഉണ്ട്, പല പല അക്കൗണ്ട്സുകൾ അതിൽ വരുന്നുണ്ട്. ഇപ്പം നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഇതിൽ ക്യാഷ് എത്ര വന്നിട്ടുണ്ട് നമ്മുടെ അക്കൗണ്ട്സിൽ, ഈ ഒരു മാസത്തിൽ എത്ര ക്യാഷ് നമ്മുടെ ബിസിനസ്സിൽ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അല്ലേ. കാരണം ഒരുപാട് ക്യാഷുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസുകൾ ജേണലിൽ കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഒറ്റയടിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. അത് ഒന്നോ രണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് മൈനസ് ചെയ്ത് പറയാം. പക്ഷേ ഒരുപാട് ഇതുപോലെ ട്രാൻസാക്ഷൻസുകൾ തന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും നടക്കില്ല, പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ക്യാഷ് അക്കൗണ്ടിനെ മാത്രം എടുത്തുകൊണ്ട് നമ്മളൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അല്ലെങ്കിൽ മിഷനറിയുമായി ബന്ധപ്പെട്ട ഒരു അക്കൗണ്ട്സ്, മിഷനറിയുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസുകൾ മാത്രം എടുത്തുകൊണ്ട് ഒരു മിഷനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഇപ്പോൾ സാലറി കൊടുത്തു എന്ന് പറയുന്നു, സാലറി ഇങ്ങോട്ട് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാലറിയുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ കൊടുത്തതും കിട്ടിയതുമായിട്ടുള്ള സാലറികൾ അതിൽ കാണിക്കുന്നു. അപ്പോൾ നമുക്ക് സാലറിൻ്റെ ഒരു കൺക്ലൂഷൻ അവിടെ കിട്ടും അല്ലേ, ഒരു സമ്മറി കിട്ടും. അല്ലെങ്കിൽ മിഷനറി അക്കൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ മിഷനറിക്ക് എത്ര വാങ്ങിച്ചു, മിഷനറി ഓൾഡ് മിഷനറി കൊടുത്തപ്പോൾ എത്ര കിട്ടി, അങ്ങനെയുള്ള കാര്യം മിഷനറിയുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസിൻ്റെ ഒരു ടോട്ടൽ ബാലൻസ് നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ജേണലിലാണ്. പക്ഷേ എന്താണ് ഈ ജേണലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ ഒരു സമ്മറൈസ് ഫോർമാറ്റിലാക്കി മാറ്റുന്നതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഇതിനെ ക്രോണോളജിക്കൽ റെക്കോർഡ് ട്രാൻസാക്ഷനായിട്ടും അല്ലെങ്കിൽ അക്കൗണ്ട്സുകളെ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടൊക്കെ ഈ ജേണലിന് ആവശ്യമായ രീതിയിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ നടത്താവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ക്യാഷുമായി ബന്ധപ്പെട്ട ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. നോക്കാം, ഫർണിച്ചർ വാങ്ങിയപ്പോൾ ക്യാഷ് പോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ളത് നോക്കാം, മിഷനറി അങ്ങോട്ട് കൊടുത്തപ്പോൾ ക്യാഷ് ഇങ്ങോട്ട് കിട്ടി എന്ന് പറയുന്നുണ്ട് ഇല്ലേ. പിന്നെ ഇൻഷുറൻസ് കൊടുത്തപ്പോൾ കുറച്ച് ക്യാഷ് അങ്ങോട്ട് പോയി. ഇതൊക്കെ നമ്മുടെ ഇതിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ആട്ടോ. പിന്നെ അതുപോലെ ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ ക്യാഷ് കൊടുത്തു. പിന്നെ ഡിസ്കൗണ്ടിൽ ഒരു വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്തു, ക്യാഷ് കൊടുത്തു. കൃഷ്ണൻ അല്ലേ, കിസാൻ ചന്ദിന് നമ്മൾ ക്യാഷ് അക്കൗണ്ട്സിൽ അയാളുടെ അക്കൗണ്ട്സിൽ ക്യാഷ് അക്കൗണ്ടിലേക്ക് വന്നു പറയുന്നുണ്ട്. പിന്നെ ഗ്യാൻശ്യാമിൻ്റെ അക്കൗണ്ട്സിൽ ക്യാഷ് ട്രാൻസാക്ഷൻസുകൾ അതുപോലെ ഡിസ്കൗണ്ട് ട്രാൻസാക്ഷൻസും നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഇതിൽ തന്നെ നോക്ക് ഒരുപാട് ക്യാഷ് ട്രാൻസാക്ഷൻസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൂടിയിട്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ട്സ് നമ്മൾ ക്യാഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ലെഡ്ജറാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് ഇനി നമുക്ക് അടുത്തതൊക്കെ വരാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ലെഡ്ജർ എന്ന് പറയുന്നത് ഈ ക്യാഷുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസുകൾ അല്ലെങ്കിൽ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസും ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഓരോന്നിൻ്റെയും ഇപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാണ്ട്, ഡ്രോയിങ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്ട്, ചാരിറ്റി അക്കൗണ്ട് ഉണ്ട്, അങ്ങനെ ഒരുപാട് അക്കൗണ്ട്സുകൾ ഉണ്ടല്ലേ. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ സഹിതം പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഫോംസ് ഓഫ് ലെഡ്ജറാണ്. ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ഫോമാറ്റ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നോക്കാം, നെയിം ഓഫ് ദ മുകളിൽ ഹെഡിങ് കൊടുക്കുക, നെയിം ഓഫ് ദ അക്കൗണ്ട് മീൻസ് ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട്, അല്ലെങ്കിൽ മെഷീനറി അക്കൗണ്ട് ആണെങ്കിൽ മെഷീനറി അക്കൗണ്ട്, അങ്ങനെ ഒരു പർട്ടിക്കുലർ നെയിം മീൻസ് നെയിം ഓഫ് ദ അക്കൗണ്ട്സ് അവിടെ കൊടുക്കുക. എന്നാൽ നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് നോക്കാം, ആ ഫോർമാറ്റ് ഒന്ന് കേട്ടോ. 8 കോളംസിൽ ഒരു നമ്മൾ കോളം വൈസിൽ കൊടുക്കുക. അതിൽ ലെഫ്റ്റ് സൈഡിൽ എന്ത് കൊടുക്കാം, ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റും ദെൻ റൈറ്റ് സൈഡിൽ ക്രെഡിറ്റും അല്ലേ. ലെഫ്റ്റ് സൈഡിൽ
considered the debit side and right side the treated is a credit side. മനസ്സിലായല്ലോ? ലെഫ്റ്റിൽ ഡെബിറ്റും റൈറ്റിൽ ക്രെഡിറ്റും കൊടുക്കുക. ഡെബിറ്റ് ദെൻ ക്രെഡിറ്റ് രണ്ട് സൈഡിൽ കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റ്, റൈറ്റ് സൈഡിൽ ക്രെഡിറ്റ്. ഓക്കെ. ഇനി ഇതിൽ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു ആണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ജേണലിൽ നോക്കട്ടോ, ശ്രദ്ധിക്കുക. ജേണലിൽ ഇപ്പോൾ നമുക്ക് ഫർണിച്ചർ അക്കൗണ്ട് ഡെബ്റ്റ് ടു ക്യാഷ് ടു എന്ന് പറയുന്നത് എന്താണ്? ഡെബിറ്റ് സൈഡിലാണ്. നമ്മൾ ജേണലിൽ ക്രെഡിറ്റ് ചെയ്തത് ലെഡ്ജറിൽ എന്ത് ചെയ്യും? ഡെബിറ്റ് ആവും. മനസ്സിലാക്കട്ടോ? അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയ ഈസിയാണ്. ജേണലിൽ ക്രെഡിറ്റ് ചെയ്തത് ലെഡ്ജറിൽ എന്താവും? ഡെബിറ്റ് ആവും. മനസ്സിലായോ? ഇനി ജേണലിൽ ബൈ ആണെങ്കിൽ അത് നമ്മൾ എവിടെ കൊടുക്കണം? ക്രെഡിറ്റ് സൈഡിൽ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ എഴുതി വെച്ചോ, ഡെബിറ്റ് സൈഡിൽ ടു കേട്ടോ, ഡെബിറ്റ് സൈഡിൽ ടു എന്ന് എഴുതി വെച്ചോ. ദെൻ ക്രെഡിറ്റ് സൈഡിൽ ബൈ മീൻസ് ഫസ്റ്റ് എഴുതണം ജേണൽ. ഇപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെബ്റ്റ് ടു ക്യാഷ് ആണ് നമ്മുടെ ജേണൽ എങ്കിൽ, നമുക്ക് ക്യാഷ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്യാഷ് അക്കൗണ്ട്സ് ഇട്ടാൽ ശ്രദ്ധിക്കണം. ക്യാഷ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഒരിക്കലും ക്യാഷ് ടു ക്യാഷ്, നമ്മൾ എന്താണ് ജേണൽ ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് അല്ലേ, അവിടെ ഒരിക്കലും നമ്മൾ ക്യാഷ് ടു ക്യാഷ് നമ്മൾ എഴുതി കൊടുക്കൂല. ക്യാഷ് അക്കൗണ്ടിൽ ഒരിക്കലും ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതൂല. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എന്താ കൊടുക്കുക? ആ കോളത്തിലുള്ള ബൈ സൈഡിലുള്ളത് എന്താണ്? ഫർണിച്ചർ അല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട്, നെയിം ഓഫ് ദ അക്കൗണ്ട്സിൽ ക്യാഷ് അക്കൗണ്ട് എന്ന് കൊടുത്തതിന് ശേഷം ഫർണിച്ചർ അക്കൗണ്ട് ഡെബ്റ്റ് ടു ക്യാഷ് എന്ന ജേണൽ അതൊന്ന് എഴുതി വെക്കട്ടോ. ഫർണിച്ചർ അക്കൗണ്ട് ഡെബ്റ്റ് ടു ക്യാഷ് എന്ന് പറയുന്ന ഈ ജേണൽ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ കൊടുക്കുന്നത് ബൈ ഫർണിച്ചർ അക്കൗണ്ട് എന്നുള്ളതാണ്. ബൈ ഫർണിച്ചർ അക്കൗണ്ട് നമ്മൾ ബൈ എവിടെ കൊടുക്കുക? ക്രെഡിറ്റ് സൈഡിലാണ് ബൈ കൊടുക്കുക. ഡെബിറ്റ് സൈഡിൽ നമ്മൾ ടു കൊടുക്കും. അഥവാ ജേണലിൽ ക്രെഡിറ്റ് ചെയ്തത് ലെഡ്ജറിൽ ഡെബിറ്റ് ചെയ്യും. ജേണലിൽ ഡെബിറ്റ് ചെയ്തത് നമ്മൾ ലെഡ്ജറിൽ ക്രെഡിറ്റ് ചെയ്യും. ക്ലിയർ ആയോ? പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ക്യാഷ് അക്കൗണ്ട്സിൽ ക്യാഷ് ടു ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതൂല. അതിൻ്റെ തൊട്ട് മുകളിൽ ഉള്ള ജേണലാണ്, അല്ലെങ്കിൽ അത് തൊട്ട് മുകളിലുള്ള അക്കൗണ്ട് ഏതാണോ അതാണ് എഴുതുക, അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള അക്കൗണ്ട് ഏതാണോ അതാണ് എഴുതുക. അപ്പോൾ നമ്മളിവിടെ ഫർണിച്ചർ അക്കൗണ്ട് ഡെബ്റ്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫർണിച്ചർ മീൻസ് ബൈ അല്ലേ, ഫർണിച്ചർ ബൈ ആണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ ഫർണിച്ചർ അക്കൗണ്ട് 480 രൂപ എന്നാണ് നമ്മൾ കൊടുക്കുക. മനസ്സിലായോ? ഇനി അടുത്ത ഒരു ട്രാൻസാക്ഷന് നോക്കുക. ക്യാഷുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ എടുക്കുക കേട്ടോ. നാലാമത്തെ ട്രാൻസാക്ഷൻ എടുത്ത് നോക്ക്. ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റ് ടു മിഷനറി അക്കൗണ്ട് ആണ്. അവിടെയും എന്ത് വന്നു? ക്യാഷ് വന്നു അല്ലേ. പക്ഷേ ക്യാഷ് നമ്മൾ എഴുതി കൊടുക്കുമോ? ഇല്ല. അപ്പം നമ്മൾ എന്താണ് അവിടെ എഴുതുക? ടു മിഷനറി എന്നല്ലേ. അപ്പോൾ ടു എവിടെയാണ്? ടു ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. അപ്പോൾ ടു മെഷീനറി അക്കൗണ്ട്സ് 2000 രൂപ എന്ന് എഴുതി കൊടുക്കുക. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഹലോ പറയൂ. ഓക്കെ ആണല്ലോ അല്ലേ? നോക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കറക്റ്റ് ഫോർമാറ്റ് ഉണ്ട്. 8 കോളംസ് അഥവാ ഡേറ്റ്, പർട്ടിക്കുലർ, ഫോളിയോ, ലെഡ്ജർ ഫോളിയോ കേട്ടോ. ദെൻ എമൗണ്ട്, അത് ഡെബിറ്റ് സൈഡിൻ്റെ ഭാഗം. നെക്സ്റ്റ് ക്രെഡിറ്റ് സൈഡിൽ അതുപോലെ തന്നെ ഡേറ്റ്, പർട്ടിക്കുലർ, ലെഡ്ജർ ഫോളിയോ, ദെൻ എമൗണ്ട്. ഇത് ക്രെഡിറ്റ് സൈഡിൽ എഴുതുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് ഉള്ളത് കേട്ടോ. ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഈ ലെഡ്ജർ ഫോർമാറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ജേണൽ നോക്കിയിട്ട് നമ്മൾ
ജേർണൽ നോക്കിയിട്ട് നമ്മൾ ഈ ഒരു ഡെബിറ്റും ക്രെഡിറ്റും നോക്കുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ ക്യാഷിനെ നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് ഒരിക്കലും പർട്ടിക്കുലർ കോളത്തിൽ എഴുതി കൊടുക്കൂല. അതിൻ്റെ തൊട്ട് മുകളിലോ തൊട്ട് താഴെയുള്ള അക്കൗണ്ട്സിൽ അതാണ് നമ്മൾ ആ പേരാണ് എഴുതി കൊടുക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? സംശയം വരരുത് കേട്ടോ. നമുക്ക് നീ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും സംശയങ്ങൾ വരരുത്. അതിനെ ഞാൻ വീണ്ടും വീണ്ടും തരാവോട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡെബിറ്റ് ടു ക്രെഡിറ്റ് ബൈ കേട്ടോ, അത് മനസ്സിലാക്കുക. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് പോസ്റ്റിംഗ് ടു ലെഡ്ജർ ആണ് കേട്ടോ. പോസ്റ്റിംഗ് ടു ലെഡ്ജർ ആണ്. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ പോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജേർണലിൽ നിന്ന് നമ്മൾ ലെഡ്ജറിലേക്ക് എൻട്രീസിനെ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് എൻട്രികളെ നമ്മൾ പാസ് ചെയ്യുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റെക്കോർഡിംഗ് നടത്തുക, ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് നമ്മൾ എൻട്രീസുകൾ ഇട്ട് കൊടുക്കുക. അതാണ് ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിലെ 4 പ്രൊസീജിയേഴ്സ് പറയുന്നുണ്ട്. 4 അത്ര മീൻസ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. മീൻസ് നോക്കാം, എവരി ജേർണൽ എൻട്രി വിൽ ബി പോസ്റ്റഡ് ഇൻ ടു എ അക്കൗണ്ട് വിൽ ഹാവ് ബീൻ ഡെബിറ്റഡ് ആൻഡ് ക്രെഡിറ്റഡ് ജേർണൽ എൻട്രി അല്ലേ. നമ്മുടെ ഇതിൽ അക്കൗണ്ട്സിൽ ജേർണലിൽ ക്രെഡിറ്റും ഉണ്ടായിരിക്കും, അതുപോലെ ഡെബിറ്റും അക്കൗണ്ട്സുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. സെയിൽസ് അക്കൗണ്ട്സിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ക്യാഷ് സെയിൽസ് അക്കൗണ്ട് ഡെബ്റ്റഡ് ടു സെയിൽസ് എന്നാണ് നമ്മൾ കൊടുക്കാറുള്ളത് അല്ലേ. ഇവിടെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട്സിൽ നമ്മൾ വെൻ എ എൻട്രി പോസ്റ്റഡ് ഇൻ ദ ലെഡ്ജർ മസ്റ്റ് ബി പോസ്റ്റഡ് ഇൻ ക്യാഷ് അക്കൗണ്ട് ആസ് വെൽ ആസ് ഇൻ എ സെയിൽസ് അക്കൗണ്ട്. നമ്മൾ ക്യാഷ് അക്കൗണ്ട്സിൽ ക്യാഷ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ സെയിൽസ് അക്കൗണ്ടിനെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്, പോസ്റ്റിംഗ് വിൽ ബി മെയ്ഡ് ഡെബിറ്റ് സൈഡ് അക്കൗണ്ട് ആസ് വെൽ ആസ് ഡെബിറ്റഡ് ദ ജേർണൽ. ക്രെഡിറ്റ് സൈഡ് അക്കൗണ്ട് has been credited in the journal അല്ലേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോസ്റ്റിംഗ് വിൽ ബി മെയ്ഡ് ഡെബിറ്റ് സൈഡ് ക്യാഷ് അക്കൗണ്ട്സ് അല്ലേ. അക്കൗണ്ട്സ് as it has been debited in a journal and credited in a sales account has been credited in the journal. നമ്മൾ ജേർണലിൽ ക്രെഡിറ്റ് ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജേർണലിൽ കേട്ടോ. നമ്മൾ ജേർണലിൽ നോക്കാം. ഇപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഒരു മിനിറ്റ്, ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ് തന്നെ ഉണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു മിഷനറി അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ സെയിൽസ് ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ എഴുതി കൊടുക്കുക, ലെഡ്ജർ ക്യാഷ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ടു മിഷനറി അക്കൗണ്ട് ആണ്. ടു മിഷനറി അക്കൗണ്ട് എന്ന് പറയുന്നത് ടു മീൻസ് എവിടെയാണ് കൊടുക്കുക, ഡെബിറ്റ് സൈഡിലാണ് കൊടുക്കുക. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഡെബിറ്റ് സൈഡിൽ ടു എന്ന് പറയുമ്പോൾ നമ്മൾ ടു മീൻസ് ഡെബിറ്റ് സൈഡാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത്രയാണ് അത് ആ ഭാഗം പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ബൈ ബിഫോർ നെയിം ദെൻ ടു സെയിൽസ് അക്കൗണ്ട് കേട്ടോ. ടു സെയിൽസ് അക്കൗണ്ട് പർട്ടിക്കുലർ കോളംസ്, ഡെബിറ്റ് അക്കൗണ്ട് ക്യാഷ് ഇൻ എ ബൈ ക്യാഷ് അക്കൗണ്ട് പർട്ടിക്കുലർ കോളം. അറിയാലോ, ക്രെഡിറ്റ് സൈഡിനെ നമ്മൾ ബൈ ആയിട്ട് കൊടുക്കുന്നു, ഡെബിറ്റ് സൈഡിനെ നമ്മൾ ടു ആയിട്ട് കൺസിഡർ ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അതാണ് 4ാമത്തെ പ്രൊസീജിയേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഇനി 5ാമത്തെ പറഞ്ഞിട്ടുള്ളത് നോക്കാം, നരേഷൻ എഴുതി കൊടുക്കുന്ന രീതിയാണ്. നരേഷന് നമ്മൾ സിമ്പിളായിട്ട് ജേർണലിൽ എഴുതി അതുപോലെ നരേഷന് എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. ദെൻ ഫോളിയോ കോളംസ് ആണ്. ഫോളിയോ കോളംസ് അറിയാമല്ലോ, ലെഡ്ജർ ഫോളിയോ ആണ്, പേജ് നമ്പറാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ എമൗണ്ട് ഇൻവോൾവ്ഡ് ജേർണൽ എൻട്രി എൻ്റർ ദ കോളംസ് ബോത്ത് അക്കൗണ്ട്സ്. ഓക്കെ, അത് നമ്മൾക്ക് ഈ എമൗണ്ട്സുകൾ ജേർണൽ എൻട്രിയിൽ എൻട്രി ചെയ്ത എമൗണ്ട്സ് കോളംസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എമൗണ്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് പറഞ്ഞിട്ട്. അപ്പോൾ ലെഡ്ജർ എന്താണെന്ന് മനസ്സിലായല്ലോ. ലെഡ്ജർ എന്താണെന്ന് മനസ്സിലാവാണ്ട് പോയിട്ട് കാര്യമില്ല കേട്ടോ. ഒരുപാട് ലെഡ്ജർ അക്കൗണ്ട്സുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. കോമൺ ആയിട്ട് ഇത്രേ ലെഡ്ജറിനെ പറ്റി പറയാനുള്ളൂ. ജേർണലിൽ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ജേർണലിലുള്ള എൻട്രീസുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആ എൻട്രീസുകൾ നമ്മൾ
ലെഡ്ജറിലേക്ക് മാറ്റി കൊടുക്കുക ചെയ്യുന്നത്. അവിടെ നമ്മൾ 8 കോളംസുള്ള ഒരു ഫോർമാറ്റാണ്. ലെഫ്റ്റ് സൈഡിൽ ഡെബിറ്റും റൈറ്റ് സൈഡിൽ ക്രെഡിറ്റും ആണ് കൊടുക്കുക. ഈ ഡെബിറ്റ് സൈഡിന് 2 ആണ്, ക്രെഡിറ്റ് സൈഡിന് ബൈ ആണ്. മനസ്സിലാക്കുക. ബൈ മീൻസ് ഫസ്റ്റ് എഴുതുന്ന അക്കൗണ്ടാണ്. ദെൻ നെക്സ്റ്റ് 2 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുമല്ലോ അത്. അപ്പോൾ അതിൽ 2 എന്ന് പറയുന്നത് അപ്പോൾ ഡെബിറ്റായിട്ട് മാറും സ്വാഭാവികമായിട്ടും. ദെൻ ബൈ എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആയിട്ട് മാറും എന്നുള്ളത്. ഓക്കെ അല്ലേ? ഇത്രയും ഭാഗം പറഞ്ഞത് അത്ര മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് പറഞ്ഞെങ്കിലും ഒന്നുമില്ല, അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം കേട്ടോ. ഓക്കെ ആണല്ലോ? സംശയം ഉണ്ടോ? പറയൂ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. ചെറിയൊരു എക്സാമ്പിൾ ഉണ്ട്, അത് നോക്കിയിട്ട് നമുക്ക് അടുത്തതിൽ പോവാം. ഇലുസ്ട്രേഷൻ 13 ഒന്ന് പറയാം. പർച്ചേസ്ഡ് മിഷനറി ഫോർ ക്യാഷിന് നമ്മൾ പർച്ചേസ് ചെയ്തു 50,000 ഓൺ April 4, 2008. ട്രാൻസാക്ഷൻ വിൽ ബി അപ്പിയർ ദ ജേണൽ. ജേണൽ എങ്ങനത്തെ ആയിരിക്കും? അപ്പോൾ എന്താ ഡേറ്റും പർട്ടിക്കുലറൊക്കെ എഴുതട്ടോ. ജേണൽ എങ്ങനെയായിരിക്കും? എന്താണ്? മെഷീനറി വാങ്ങിച്ചു എന്നല്ലേ പറഞ്ഞത്? അപ്പം മെഷീനറി അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് അല്ലേ? അങ്ങനെയാണ് ഉണ്ടാവുക. 50,000 അല്ലേ ഡെബിറ്റിലും ക്രെഡിറ്റും. ഇനി ഇതിൻ്റെ ജേണലൊന്ന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ചെയ്യുക? ഫസ്റ്റ് നമ്മൾ മെഷീനറി അക്കൗണ്ട്സ്, ഇതിൽ 2 അക്കൗണ്ട്സുകളില്ലേ? മെഷീനറി ഉണ്ട്, ക്യാഷും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. മെഷീനറി അക്കൗണ്ടിൽ നമ്മൾ ഡേറ്റും പർട്ടിക്കുലറും പോർട്ട്ഫോളിയോ എമൗണ്ടും കൊടുത്തു. ഡെബിറ്റ് സൈഡ് അല്ലേ DR കൊടുത്തു. ഡേറ്റും പർട്ടിക്കുലർ ഫോളിയോ അങ്ങനെ അല്ലേ ആ ഫോർമാറ്റിൽ നമ്മൾ എഴുതി കൊടുത്തു. ഇനി മെഷീനറി അക്കൗണ്ട്സിൽ നമ്മൾ മെഷീനറി അക്കൗണ്ട് എന്ന് എഴുതുമോ? ഇല്ല, ഒരിക്കലും എഴുതൂല. മെഷീനറി അക്കൗണ്ട്സിൽ നമ്മൾ ടു ക്യാഷ് എന്നല്ലേ? അപ്പോൾ 2 എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഡെബിറ്റ് സൈഡിലാണ് കൊടുക്കുക. ടു ക്യാഷ് അക്കൗണ്ട്, അത്രയേ ഉള്ളൂ. 50,000 രൂപ കേട്ടോ, അത്രയേ ഉള്ളൂ നമ്മൾ കൊടുക്കാറുള്ളത്. ഇതാണ് മെഷീനറി അക്കൗണ്ട് സിമ്പിളായിട്ട്. ദെൻ ഇനി അടുത്ത ക്യാഷ് അക്കൗണ്ട് ആണെങ്കിലോ? അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് കൊടുക്കുമോ? ഇല്ല. അപ്പോൾ ബൈ മെഷീനറിയാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ മെഷീനറി അക്കൗണ്ട് 50,000. ഇനി നമുക്കിതിനെ ബാലൻസ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ബാലൻസ് ചെയ്ത് കൊടുക്കാം. ഈ 50,000 മെഷീനറി അക്കൗണ്ട്സിലെ 50,000 നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ എവിടെയാണ് കുറവുള്ളത്? ക്രെഡിറ്റ് സൈഡിലല്ലേ? അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ട് നമുക്ക് 50,000 കൊടുക്കാം അല്ലേ? അപ്പുറത്ത് ബ്രോ ഡൗൺ ആയിട്ട് 50,000 കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് എന്താ ഡേറ്റ് കൊടുത്തിട്ട് ബ്രോ ഡൗൺ ആയിട്ട് 50,000. നെക്സ്റ്റ് മന്തിലെ ഡേറ്റ് കൊടുത്തിട്ട് ബ്രോ ഡൗൺ ആയിട്ട് കൊടുക്കാം. ഇവിടെ ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ട് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് മെഷീനറി അക്കൗണ്ടിൽ കൊടുക്കാം. ഇങ്ങനെയും ചെയ്യാം, അങ്ങനെ ചെയ്യാം കേട്ടോ. അതാണ് ഇനി അതുകൂടെ ഒന്ന് മനസ്സിലാക്കിക്കോ. ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസും ഉണ്ട്. ക്ലോസിംഗ് ബാലൻസിന് നമ്മൾ ക്യാരി ഡൗൺ ആയിട്ട് പറയുന്നു, അഥവാ C/D അറിയാലോ. ഓപ്പണിംഗ് ബാലൻസിനെ ബ്രോ ഡൗൺ ആയിട്ട് നമ്മൾ പറയുന്നു B/D. ഓക്കെ അല്ലേ? ഇനി 14 ഇലുസ്ട്രേഷൻ 14 നമുക്ക് പറയാം കേട്ടോ. അത് നമുക്ക് ചെയ്യാം, ചെയ്ത് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ടുള്ളൊരു അത് ഈ പറഞ്ഞ കുറച്ച് ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ബേസിൽ അതിൻ്റെ മുന്നേ നമുക്ക് ഈ ഒരു തിയറിയും കൂടെ പറയാം. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സിമ്പിളാണ് അതൊക്കെ, വെരി വെരി സിമ്പിളാണ്. ഇനി നെക്സ്റ്റ് തിയറിയാണ് പോസ്റ്റിംഗ് കോമ്പൗണ്ട് ജേണൽ കേട്ടോ. നമ്മൾ കോമ്പൗണ്ട് ജേണൽ എന്താണെന്ന് പഠിച്ചില്ലേ? എന്താണ്? 2 അതിലധികമോ എൻട്രി ട്രാൻസാക്ഷൻസുകൾ ഒറ്റ എൻട്രി ആയിട്ടോ നമ്മൾ ചെയ്യുന്നതാണ് ഏത്? കോമ്പൗണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒന്നെങ്കിൽ ഒരു അക്കൗണ്ട്സ് ഡെബിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 അക്കൗണ്ട് ക്രെഡിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ 2 അക്കൗണ്ട് ഡെബിറ്റ് ഉണ്ടാവും, 1 അക്കൗണ്ട് ക്രെഡിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ടിലും ഒരുപാടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ആ ഒരു വേ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. ഇതാണ് കോമ്പൗണ്ട് അറിയുന്നത് കേട്ടോ. ഒരു എക്സാമ്പിൾ നോക്കാം. ഓൺ May 31, 2018 മോഹൻ കസ്റ്റമർ പെയ്ഡ് ക്യാഷ് ₹950 ഇൻ സെറ്റിൽമെൻറ്റ് ഓഫ് ഹിസ് അക്കൗണ്ട് in 1000. അപ്പോൾ 1000 രൂപ എൻ്റെ സെറ്റിൽമെൻ്റ് ആണ് അല്ലേ? പക്ഷേ മോഹന് നമ്മൾ കൊടുത്തിട്ടുള്ളത് പെയ്ഡ് ചെയ്തിട്ട് 950 രൂപയാണ്. 50 രൂപ എന്താണ്? ഡിസ്കൗണ്ടാണ് കേട്ടോ, ഡിസ്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കുക? ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബ്റ്റർ അല്ലേ? ക്യാഷ് അക്കൗണ്ട് ബൈ ക്യാഷ് അക്കൗണ്ട് ഡെബ്റ്റർ ബൈ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബ്റ്റർ ടു മോഹന് അല്ലേ? മോഹൻ്റെ അക്കൗണ്ട്സിനാണ് നമ്മൾ മോഹന് കൊടുത്തിട്ടുള്ളത് അല്ലേ?
പെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ 50 ഡിസ്കൗണ്ട് 50 ആണ് 2 ട്രാൻസാക്ഷൻ അവിടെ വന്നിട്ടുള്ളത് അല്ലേ, ഡെബിറ്റ് സൈഡിൽ ഡെബിറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ടു മോഹൻ 1000 രൂപ, ആളുടെ അക്കൗണ്ട്സിൽ 1000 രൂപ ഫുൾ സെറ്റിൽമെൻറ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണ് ഈ ഒരു ജേണൽ വരുന്നത്. ഇതിന് ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഇതിൽ നമ്മൾ ലെഡ്ജർ എങ്ങനെ കൊടുക്കുക ലെഡ്ജർ? ഇതിൽ നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കാം, ഡിസ്കൗണ്ട് അക്കൗണ്ടും കൊടുക്കാം, മോഹൻ അക്കൗണ്ട്, 3 അക്കൗണ്ട്സുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ 3 അക്കൗണ്ട് സെപ്പറേറ്റ് അക്കൗണ്ടുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ആകുമ്പോൾ എത്രയാണ് 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ വരുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുക? ക്യാഷ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്താ നമ്മൾ കൊടുക്കുക? ക്യാഷ് അക്കൗണ്ട് കൊടുക്കുക? ഇല്ല, ടു മോഹനാണ് അല്ലേ, ടു മോഹന നമ്മൾ കൊടുക്കുക. ടു മോഹന പറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ മോഹൻ 950 രൂപ അങ്ങനെ കൊടുക്കുക. ഇനി ഡിസ്കൗണ്ടിലോ അത് തന്നെയല്ലേ, ഡിസ്കൗണ്ടിലും അങ്ങനെയല്ലേ വരിക. ഡിസ്കൗണ്ട് അക്കൗണ്ട് ആണെങ്കിലോ ടു മോഹന് വരും. ഇനി മോഹൻ്റെ അക്കൗണ്ടിലോ, മോഹൻ്റെ അക്കൗണ്ടിൽ 2 ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്, ക്യാഷ് ട്രാൻസാക്ഷനും നടക്കുന്നുണ്ട്, ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് ആകുമ്പോൾ ബൈയാണ് വരിക, 2 ബൈയിലാണ് അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് അക്കൗണ്ട് 950, ഡിസ്കൗണ്ട് 950, ടോട്ടലി 1000. അത് നമുക്ക് അടുത്ത വർഷത്തെ ബ്രോഡോൺ ആയിട്ട് 1000 രൂപ കൊടുക്കാം വന്നിട്ടുണ്ടെന്ന്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് കോമ്പൗണ്ട് എൻട്രി കൊടുക്കുക. അപ്പോൾ നമ്മൾ ജേണൽ എഴുതുന്നത് എത്ര അക്കൗണ്ട്സ് ആണോ അത്രയും അക്കൗണ്ട്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ജേണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ പറഞ്ഞത്? നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ബാലൻസിങ് ലെഡ്ജർ അക്കൗണ്ടാണ്. ബാലൻസിങ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഡ്ജറിനെ നമ്മൾ ബാലൻസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യാൻ 2 ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡിനെയും നമുക്ക് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിനെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡ് ആണ് കുറവ് നോക്കാം. നോക്കുക, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നോക്കുക കേട്ടോ, ഒരു മിനിറ്റ്. പങ്കജ് ഹാസ് ഡെബിറ്റഡ് നിമിത്തെ എത്രയാണ് 10,000 രൂപ ഫോർ ക്രെഡിറ്റ് സെയിൽസ് ആണ് കേട്ടോ. ക്രെഡിറ്റഡ് ബൈ 4,000 രൂപ എമൗണ്ട് ബൈ ഹിം ദ ഡിഫറൻസ് ബിറ്റ്വീൻ എമൗണ്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അല്ലേ 6,000 രൂപ. ദിസ് എമൗണ്ട് 6,000 ഈസ് ബാലൻസ്. അങ്ങനെയല്ലേ, ബാലൻസ് ആണ്. 10,000 രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി ആൾ 4,000 രൂപ കൊടുത്തു. ഇനി എത്ര കൊടുക്കാണ്ട്? 6,000 രൂപ കൊടുക്കാനുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ സെയിൽസ് നടത്തിയത് 2 സെയിൽസ് അല്ലേ, എത്രയാണ് 10,000 രൂപയാണ്. ദെൻ ക്യാഷ് ആയിട്ട് തന്നിട്ടുള്ളത് 4,000 രൂപയാണ് ആൾ തന്നിട്ടുള്ളത്. ദെൻ ബാലൻസ് എത്രയായിരിക്കും? അപ്പോൾ അവിടെ 6,000 രൂപയാണ്. അപ്പോൾ ടോട്ടലി നമ്മൾ എങ്ങനെ ചെയ്യുക? 10,000 രൂപേൻ്റെ സെയിൽസ്, അപ്പോൾ 2 സൈഡിലും 10,000 രൂപ എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ മീൻസ് ക്ലോസിംഗ് ബാലൻസ് 6,000 രൂപ. അഥവാ നമുക്ക് 4,000 രൂപയുള്ള ആൾ ക്യാഷിൽ ആയിട്ട് തന്നിട്ടുള്ളത് 6,000 രൂപ നമുക്ക് ഇനി തരാനുണ്ട്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഇനി എത്രയാണ്? 6,000 രൂപയാണ്. ഇനി ടോട്ടലി 10,000 രൂപയാണല്ലോ. ഈ 6,000 രൂപയാണ് നമ്മൾ അടുത്ത മാസം മെയ് 1 ബ്രോഡൗൺ ആയിട്ട് 6,000 രൂപയായിട്ടാണ് നമ്മൾ അവിടെ എൻട്രി ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലെഡ്ജറിൽ നമ്മൾ ചെയ്യുന്നത്. ബാലൻസ് അഥവാ ലെഡ്ജർ അക്കൗണ്ട്സിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? മീൻസ് ബാലൻസ് ചെയ്യാന്നുള്ളത് തന്നെ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. ഡെബിറ്റ് ചെയ്തിട്ടുള്ളത് 10,000 രൂപ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് കേട്ടോ. ക്രെഡിറ്റ് സെയിൽസ് നടത്തിയത് 10,000 രൂപയാണ്. ആൾ 4,000 രൂപ ഇനി 4,000 രൂപ തന്നിട്ടുണ്ട്. 6,000 രൂപ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് അഥവാ ഇനി തരാനുണ്ട് എന്നുള്ളതാണ് കേട്ടോ മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ?
അപ്പം നമ്മൾ ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ബാലൻസ് ക്യാരിഡ് ഓൺ ആണ്. ദെൻ ഡെബിറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് ബാലൻസ് ബ്രോഡ് ഓൺ ആയിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആയോ? If the debit side more than credit side total Pankaj account ide difference called debit balance ട്ടാ. അതിനെ നമ്മൾ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നുണ്ട്. ഓൺ അതർ ഹാൻഡ് ടോട്ടൽ ഐറ്റംസ് ക്രെഡിറ്റ് സൈഡ് ഗ്രേറ്റർ ദാൻ ടോട്ടൽ ദ ഡെബിറ്റ് ബാലൻസ്. നമ്മൾ ഡെബിറ്റ് ബാലൻസിനെക്കാട്ടിലും ക്രെഡിറ്റ് ബാലൻസ് ആണ് കൂടുതൽ എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നു. ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കുക. ഡെബിറ്റിനേക്കാട്ടിലും ഡെബിറ്റ് സൈഡ് മോർ ദാൻ ക്രെഡിറ്റ് സൈഡ് എന്താണ് ക്രെഡിറ്റ് സൈഡിലേക്കാളും ഡെബിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നു. ദെൻ ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റിനേക്കാട്ടിലും കൂടുതലാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? അങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അത്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള ഇതിൽ തന്നെ ഒന്ന് നോക്കട്ടോ, ഈ തിയറി ഒന്നുകൂടെ പറയട്ടെ. നെക്സ്റ്റ് ലിങ്ക് വന്നോ? ഓക്കെ. ഇനി ഇതിൽ പ്രോബ്ലം ഉണ്ട്, പ്രോബ്ലം ഞാൻ ചെയ്തിട്ട് വിടാം കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഓഫ് ബാലൻസ് ആണ്. അതിൽ ഈ സിഗ്നിഫിക്കൻസിൽ നമുക്കറിയാം പേഴ്സണൽ അക്കൗണ്ടും റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ട്സും ആണ്. നമുക്ക് ആ റൂൾ പ്രകാരമാണ് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഈ മൂന്ന് അക്കൗണ്ട്സിനെ എഫക്റ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസുകളാണ് നമുക്ക് ഓരോ പീരീഡിലും ഉണ്ടായിരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും നമുക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും അപ്പോൾ വെദർ ദ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് total is higher, less than no understanding significant balance respect various types of accounts. ഈ പറഞ്ഞ അക്കൗണ്ട്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ പേഴ്സണൽ അക്കൗണ്ട്സും റിയൽ അക്കൗണ്ട്സും നോമിനൽ അക്കൗണ്ട്സും നമുക്ക് ആ ഒരു ഇതിൻ്റെ റൂളിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ റൂൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ബാലൻസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് അതിൽ അവിടെയും പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പോസ്റ്റിംഗ് ആൻഡ് ഓപ്പണിംഗ് എൻട്രി. അഥവാ ഓപ്പണിംഗ് എൻട്രി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ വരുന്ന എൻട്രിയാണ് ഓപ്പൺ എൻട്രി എന്ന് പറയുന്നത് കേട്ടോ. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എൻട്രീസുകൾ ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ടു ബാലൻസ് ബ്രോഡ് ഓൺ ആയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയല്ലേ? ബാലൻസ് ബ്രോഡ് ഓൺ ആയിട്ടാണ് കാണിക്കാറുള്ളത് ഓപ്പൺ എൻട്രി. അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട്, സ്റ്റോക്ക് അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, അങ്ങനെ നമുക്ക് ബൈ ആയിട്ട് കാണിക്കുന്ന ബീയിങ് ഓപ്പൺ എൻട്രീസ് ആയിട്ട് അസറ്റ്സോ ലയബിലിറ്റീസോ നമുക്ക് ലാസ്റ്റ് ഇയറിൽ വരുമല്ലോ, അതിനെ നമ്മൾ ഓപ്പൺ എൻട്രി ആയിട്ട് കൊടുക്കുന്നതാണ് ഏത്? ഓപ്പൺ എൻട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു, ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു, അങ്ങനെ നമ്മൾ കൊടുക്കുക. അതിൽ നമുക്ക് ഇപ്പോൾ ലെഡ്ജറിൻ്റെ കേസിൽ നോക്കുമ്പോൾ ഇപ്പോൾ ബാലൻസ് എത്രയാണ്? 5000 രൂപ. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് നമ്മൾ കൊടുക്കുമല്ലോ. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ക്യാഷ് അക്കൗണ്ട്സിൽ ക്യാഷ് ആയിട്ട് കൊടുക്കൂല, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബാലൻസ് അക്കൗണ്ടായിട്ട് കൊടുക്കുക. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഉള്ള അഥവാ ഡെപ്റ്റർ എന്ന് പറയുന്നത് ബൈ എന്ന് പറയുന്നത്, ബൈ എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും? നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ഉള്ള ട്രാൻസാക്ഷനാണ് അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ക്യാഷ് അക്കൗണ്ടിനെ ഒരിക്കലും നമ്മൾ ക്യാഷ് അക്കൗണ്ട് നമ്മൾ കൊടുക്കൂല. അവിടെ നമ്മൾ ടു ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞേ കൊടുക്കുള്ളൂ കേട്ടോ. ടു ബാലൻസ് ബ്രോഡ് ഓൺ 5000 രൂപ. ഇനി ടു ബാലൻസ് ബ്രോഡ് ഓൺ 20,000 രൂപ. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ നോക്ക്. ഇങ്ങനെയാണ് നമ്മൾ ഓപ്പണിംഗ് എൻട്രി ആയിട്ട് കൊടുക്കാറുള്ളത് ലെഡ്ജറിൽ കേട്ടോ. ലെഡ്ജറിൽ ഓപ്പൺ എൻട്രി ആയിട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ക്യാഷ് അക്കൗണ്ടിൻ്റെ കേസിലാണെങ്കിൽ ബാലൻസ് ബ്രോഡ് ഓൺ 5000. നെക്സ്റ്റും ബാലൻസ് തന്നെയാണ് അല്ലേ? ബാലൻസ് ബ്രോഡ് ഓൺ ആണ്. ബാലൻസ് ബ്രോഡ് ഓൺ വരാൻ കാരണം എന്താണ്? ഡെബിറ്റ് സൈഡിലാണ് ഇത് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ.
ഓക്കെ. ഇതൊക്കെ നമ്മൾ ജേർണലിൽ എന്താണ് ഡെബിറ്റ് ഉള്ളതാണ്. ജേർണലിൽ ഡെബിറ്റ് ഉണ്ടെങ്കിൽ നമ്മളതിനെ ക്രെഡിറ്റ് ഉള്ളതിനെ ഡെബിറ്റും ആക്കണമെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ കേസിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഈ ഡെബിറ്റ് ടു രമേഷ് ലാൽ അല്ലേ, ടു രമേഷ് ലാൽ, ടു രാകേഷ്, ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ എന്താണ് ടു ബൈ ബാലൻസ് കേട്ടോ, ടു അല്ല ബൈ ബാലൻസ്, ടു ബൈ ബാലൻസ്, ബൈ ബാലൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. മറ്റേത് ടു ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക. ടു മീൻസ് ഡെബിറ്റ്, ബൈ മീൻസ് എവിടെയാണ് ക്രെഡിറ്റ്. ഓക്കെ അല്ലേ പറഞ്ഞത്? ഇങ്ങനെയാണ് നമ്മൾ ഓപ്പണിംഗ് എൻട്രി ആയിട്ട് കൊടുക്കാറുള്ളത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ.